ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിയുടെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുഞ്ഞു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളിയില്ല, അതാണ് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, ഒരു കുഞ്ഞ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതാണ് നമ്മുടെ മീൻ്റെ പേരറിയണ്ടേ? കാളാഞ്ചി. അങ്ങനെ നമ്മുടെ കാളാഞ്ചി ഇവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അപ്പോൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള താണ്ട് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനാട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് കുരുമുളക് ഇരിക്കുന്നത്. പൊടിച്ച കുരുമുളക് ഉള്ളെങ്കിൽ നിങ്ങളതായാലും മതി. ഇനി നമ്മളിതിലേക്ക് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പുളിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുളി വേണമെങ്കിലും ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അങ്ങനെ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മീൻ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഈ മീൻ പെട്ടെന്ന് വേവും കേട്ടോ. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ മീൻ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.